കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത് ഞങ്ങളുടെ ഫാമിലെ പതിവ് കാഴ്ചയാണ്. കൂടുതൽ കൂൺ ഉണ്ടാകുന്ന ദിവസം, വലിപ്പം കൂടിയ കൂൺ ഉണ്ടാകുന്ന ദിവസം, പ്രതീക്ഷിക്കാതെ എന്തേലും രോഗബാധ കണ്ടാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും ഞങ്ങൾക്ക് രാവിലെ ഫോണുമായി കൂൺ ഫാമിലോട്ടെത്താൻ. വർഷം കുറേയായി കൂൺ കൃഷി തുടങ്ങിയിട്ടെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ എന്നതിനാൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് പറയാനോ കാണിക്കുവാനോ ഒക്കെ തോന്നിയാലാണ് നോർമലി പപ്പ ഞങ്ങളെ ഫാമിലോട്ട് വിളിക്കാറ്. പക്ഷേ ഇന്നത്തെ വിളിയിൽ കൂൺ കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് പ്രത്യേകിച്ചൊന്നും പറയാനായിരുന്നില്ല. ഞങ്ങൾക്കൊരു ചെറിയ പണി തരലായിരുന്നു ഉദ്ദേശം. 3 ദിവസം ആകും മുമ്പേ ആവശ്യത്തിൽ കൂടുതൽ വലിപ്പം വെച്ച് പാക്കിംഗ് കണ്ടെയ്നറിൽ ഒതുങ്ങാത്ത വിധമുള്ള കുറച്ചധികം കൂണുണ്ട്, അതുപയോഗിച്ച് അച്ചാർ ഉണ്ടാക്കിക്കോളൂ എന്നതായിരുന്നു ആ പണി. സാധാരണ കൂൺ ഉപയോഗിച്ച് ഇവിടെ അച്ചാർ ഉണ്ടാക്കാറുള്ളതാണ്. അങ്ങനെ വലിപ്പമുള്ള കൂണുകളൊക്കെ ഞങ്ങളെ പറിക്കാൻ ഏൽപ്പിച്ചിട്ട് കൂൺ കർഷകൻ പാൽക്കൂൺ കൃഷിയുടെ എന്തോ പണിയിലോട്ട് കടന്നിട്ടുണ്ട്. രാവിലെ ഇവിടെ ഫാമിൽ വന്നു നിന്നാൽ തന്നെ മനസ്സിനൊരു ഉണർവാണ്. കാരണം 7-8 വർഷമായി ഇവിടുത്തെ മേജർ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഈ മഷ്റൂം ഫാമാണ്. ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഫാദറിന്റെ മാത്രമാണ് കേട്ടോ. തന്നെ നടക്കാൻ കഴിയുന്ന കാലത്തോളം അധ്വാനിച്ച് ജീവിക്കണമെന്ന ദൃഢനിശ്ചയമാണ് 65-ാം വയസ്സിലും 3 കൂൺ ഫാമുകളുമായി കൂൺ കൃഷിയിൽ പുതിയ കാര്യങ്ങൾ പഠിച്ചും പഠിപ്പിച്ചുമുള്ള ഈ ജീവിതം. കൂൺ കൃഷി അറിയുന്ന അല്ലെങ്കിൽ പഠിക്കാൻ മനസ്സുള്ള, അതോടൊപ്പം തന്നെ കൂൺ വിറ്റഴിക്കാൻ മാർക്കറ്റ് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും ഇന്ന് കേരളത്തിൽ നല്ലൊരു വരുമാന മാർഗമായി കൂൺ കൃഷിയെ കാണാം കേട്ടോ. ചെറുകിട കർഷകരെ സംബന്ധിച്ച് ഫാം നിർമ്മാണത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ പകുതിയെങ്കിലും വിവിധ സബ്സിഡികളായി തിരിച്ചു കിട്ടാറുമുണ്ട്. മിക്ക വീഡിയോകളിലും ഇവിടുത്തെ കൂൺ ഫാമുകൾ നിങ്ങൾ കാണാറുണ്ടല്ലോ. എന്നാൽ ഇവിടെ അതല്ലാതെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മറ്റൊരു കാഴ്ച കൂടി കാണാനുണ്ട്. 2 മാസം മുമ്പ് കൂൺ കൃഷിയുടെ വേസ്റ്റ് ഉപയോഗിച്ച് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കുന്നതും ആ കമ്പോസ്റ്റ് ഉപയോഗിച്ച് കുറച്ച് ബൊഗെയിൻവില്ല നടുന്നതുമെല്ലാം കാണിച്ചിരുന്നു. ഇപ്പോൾ ആ ചെടികൾ നിറയെ പൂക്കളാണ്. ഒന്ന് കണ്ടിട്ട് വന്നാലോ? ബൊഗെയിൻവില്ലയോടുള്ള ഇഷ്ടം തുടങ്ങിയിട്ട് ഇവിടെ 2 വർഷത്തോളമേ ആയിട്ടുള്ളൂവെങ്കിലും കുറച്ച് രീതിയിലുള്ള കളക്ഷൻ എല്ലാം ഈ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വലിയ പരിചരണമൊന്നും കൂടാതെ തന്നെ നിറയെ പൂത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന ഈ ചെടികൾ ഇഷ്ടപ്പെടാത്തവർ കുറവായിരിക്കുമെന്ന് തോന്നുന്നു. കൂൺ ഫാമിനെ പോലെ തന്നെ ഞങ്ങളുടെ മനസ്സിന് ഒത്തിരി സന്തോഷം നൽകുന്നതാണ് ഈ ബൊഗെയിൻവില്ല കൂട്ടവും. കൂൺ ഫാം സാമ്പത്തിക സ്ഥിരതയാണ് തരുന്നതെങ്കിൽ ഈ ചെടികൾ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നവയാണ്. രാവിലെ 8:30 ആകുമ്പോഴേക്കും കൂൺ പറിക്കലും പാക്കിങ്ങും എന്തിനു പറയുന്നു, മെയിനായിട്ടുള്ള കൂൺ വിതരണവും ഏറെക്കുറെ പൂർണ്ണമാകും ഇവിടെ. പിന്നീട് പ്ലേ സ്കൂളിൽ പോകും വരെയുള്ള വല്യപ്പന്റെയും കൊച്ചുമകളുടെയും സമയം ചിലവഴിക്കൽ ഈ ചെടികൾക്കൊപ്പമാണ്. ഒരു വീട് പോസിറ്റീവ് എനർജിയുള്ള വീടാക്കുന്നതിൽ അവിടെയുള്ള മനുഷ്യരോളം തന്നെ പ്രാധാന്യമുണ്ട് അവിടുത്തെ ഓരോ സസ്യജാലങ്ങൾക്കുമെന്ന് ഇവിടെ മുറ്റത്ത് നിൽക്കുമ്പോൾ തോന്നിപ്പോകാറുണ്ട്. ഇവിടെ ബൊഗെയിൻവില്ല ചെടികളുടെ പരിചരണത്തിന്റെ കാര്യത്തിൽ വലിയ പഠനമൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല, വലിയ പരിജ്ഞാനവുമില്ല ഇതിനെക്കുറിച്ച് പറയാൻ. പക്ഷെ ഇവിടെ പൊതുവെ ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. നല്ല മഴക്കാലമാകുമ്പോൾ മഴവെള്ളം നേരിട്ട് ഏൽക്കാത്ത രീതിയിൽ ചെടികളെയെല്ലാം സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റി വെക്കാറുണ്ട്. അതോടൊപ്പം ചെടി കട്ട് ചെയ്ത് ഒരുക്കേണ്ട സമയങ്ങളിൽ വൃത്തിയായി കട്ട് ചെയ്ത് നിർത്തുകയും ചെയ്യാറുണ്ട്. പിന്നെ ഈ ചെടികൾക്ക് ഞങ്ങൾ നൽകുന്ന വളം എന്ന് പറയുന്നത് ഇവിടുത്തെ കൂൺ ഫാമിലെ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മണ്ണിര കമ്പോസ്റ്റ്, അതാണ് ഇവിടെ ചെടികൾക്ക് വളമായി നൽകുന്നത്. അടുത്തുള്ള നഴ്സറികളിൽ നിന്ന് വ്യത്യസ്തമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ചെടി കണ്ടാൽ അത് വാങ്ങിക്കൊണ്ട് വരിക എന്നത് പപ്പയുടെ ഹോബിയാണ് ഇപ്പോൾ. ബൊഗെയിൻവില്ലയ്ക്ക് മാത്രം പ്രാധാന്യം നൽകി ഗാർഡൻ ഒരുക്കുന്ന ചിലരുടെയൊക്കെ വീഡിയോകൾ യൂട്യൂബിൽ കാണുമ്പോൾ അതിശയപ്പെട്ടു പോകാറുണ്ട്. അത്ര ഭംഗിയുള്ള ചെടികളുടെ കളക്ഷൻ ആയിരിക്കും അവയിലൊക്കെ ഉണ്ടാവുക. നമ്മുടെ കൂൺ ഫാമിൽ നിന്നുള്ള വേസ്റ്റ് ഉപയോഗിച്ചുള്ള മണ്ണിര കമ്പോസ്റ്റ് ഫലപ്രദമായി ഇവിടെ തന്നെ ഉപയോഗിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബൊഗെയിൻവില്ലാസ് കൂടുതലായി ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഓരോ ചെടികളും കാഴ്ചയിൽ ഭംഗി കൂട്ടുന്നതിനോടൊപ്പം തന്നെ ഇനിയും കുറേയേറെ ചെടികൾ വാങ്ങണമെന്നും ഉദ്ദേശിക്കുന്നുണ്ട്.